ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും MS ടോക്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ശിവരാത്രിയുടെ അന്ന് ആഴിമല ശിവക്ഷേത്രത്തിലാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ലോങ് വീഡിയോ ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ഷോർട്ട് വീഡിയോ ഓൾറെഡി ചെയ്തു. അപ്പോൾ ലോങ് വീഡിയോയ്ക്കായിട്ട് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ അപ്ലോഡ് ചെയ്യാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ കുറച്ച് തിരക്ക് കാരണം ഇന്നലെ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റിയില്ല. അപ്പോൾ ലോങ് വീഡിയോ ആണ്. അതായത് ആഴിമല ശിവക്ഷേത്രത്തിൽ ഞാനും ഏട്ടനും ഭവിക്കുട്ടിയും കൂടെ പോയതാണ് ഇന്നത്തെ വീഡിയോ. ഓക്കെ, അവളെയും കൊണ്ട് ആദ്യമായിട്ടാണ് ആഴിമല പോകുന്നത്. അപ്പോൾ ആഴിമല ശിവക്ഷേത്രം എന്ന് പറയുമ്പോഴത്തേക്കും വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ടെമ്പിളാണ്. അവിടെ ഒരു വിഗ്രഹം വന്നിട്ടുള്ള പ്രതിമ, അതായത് കല്ലിൽ കൊത്തിയെടുത്തിട്ടുള്ള ഗംഗാധര ശില്പമാണ്. അപ്പോൾ അത് വളരെ ഫേമസ് ആണ്. അപ്പോൾ അത് കാരണം കൊണ്ട് ഒരുപാട് ടൂറിസ്റ്റ് ആൾക്കാർ ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ ശിവരാത്രിയും കൂടെ ആയത് കാരണം കൊണ്ട് നല്ല തിരക്കായിരുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ തന്നെ അറിയാം, നല്ല തിരക്കായിരുന്നു. നമ്മൾ ഒരു തിരിഞ്ഞ സമയത്താണ് എത്തിയത്. വൈകുന്നേരം ആയിരിക്കും നല്ല തിരക്കുണ്ടാവുക, കാര്യം ശിവരാത്രിയാണല്ലോ. അപ്പോൾ ഉറക്കം ഒഴിയുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ അവിടെ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ പോയ ആ ഒരു ടൈമിൽ നല്ല തിരക്കുണ്ടായിരുന്നു. എന്തായാലും ശിവരാത്രിയോടനുബന്ധിച്ച് അവിടെ പ്രോഗ്രാമൊക്കെ നടക്കുന്നുണ്ട്, ഭജന, ഡാൻസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് നേരമൊക്കെ അത് കണ്ടിട്ടുണ്ടായിരുന്നു. അതിൽ ഡാൻസ് കണ്ടിട്ടുണ്ടായിരുന്നു. ഡാൻസ് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. ആ പാട്ടും ഒക്കെ ഒത്തിരി ഇഷ്ടപ്പെട്ടു. അത് ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ നമ്മൾ ബീച്ചിൽ കുറേ നേരം ഇരുന്നു. വൈകുന്നേരം അവിടെ റെസ്റ്റോറൻറ്റിൽ ചായയും സ്നാക്സൊക്കെ കഴിച്ചു. കുറേ നേരം ബീച്ചിൽ സ്പെൻഡ് ചെയ്തു. പിന്നെ നമ്മുടെ ആ വിഗ്രഹത്തിൻ്റെ അവിടെ നിന്ന് കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ കടലിനെ പറ്റി പറയുകയാണെങ്കിൽ കുറച്ച് ഡേഞ്ചറായിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ്. കടൽ നല്ല ഭംഗിയാണ്, കണ്ടില്ലേ നിങ്ങൾ? നല്ല അടിപൊളിയാണ് വ്യൂ ഒക്കെ കാണാൻ വേണ്ടിയിട്ട്. പക്ഷേ ഒരുപാട് പാറക്കെട്ടുകളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ പോകുന്നത് ഒരുപാട് റിസ്ക് ഉള്ളൊരു കാര്യമാണ്. അവിടെ ആൾക്കാർ പോകുന്നുണ്ട്, നമ്മുടെ ഗാർഡൊക്കെ പറയുന്നുണ്ട് അങ്ങോട്ട് പോവില്ലെന്ന്. എന്നാലും കുറേ ആൾക്കാർ പാറക്കെട്ടിൻ്റെ ഇടയിലൊക്കെ പോകുന്നതായിട്ട് കണ്ടു. അപ്പോൾ ഒരുപാട് അപകടം പിടിച്ചൊരു ഏരിയ ആണ് പൊതുവേ. അപ്പോൾ നമ്മൾ അവിടെ ഒന്നും ഇറങ്ങിയിട്ടില്ല. എന്താ ചെയ്തത്, നമ്മൾ ആ കടലിൻ്റെ വ്യൂ ഒക്കെ നിങ്ങൾക്ക് കാണാമെന്ന് വിചാരിക്കുന്നു. നല്ല അടിപൊളിയായിരുന്നു. കുറേ ഫോട്ടോസൊക്കെ എടുത്തു. ഭവിക്കുട്ടി പിന്നെ കടലിൽ പോകുമ്പോൾ ഭയങ്കര ഹാപ്പിയാണ്. അവൾ മണലിൽ വാരി കളിക്കുന്നതും ഒക്കെ ഭയങ്കര ഹാപ്പി ആൾക്ക്. അപ്പോൾ അവൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. കുറേ നേരം അവൾ കടലിൽ നമ്മുടെ മണലൊക്കെ വാരി കളിച്ച് കുറേ നേരം ഇരുന്നു. അങ്ങനെ അപ്പോൾ എടുത്തിട്ടുള്ള കുറേ വീഡിയോസ്, ഫോട്ടോസൊക്കെയാണ് നമ്മൾ കാണിക്കാൻ വേണ്ടി പോകുന്നത്. നിങ്ങൾ ആരൊക്കെ ഞങ്ങൾ നൈറ്റ് ആകുന്നവരെ നിന്നില്ല, ഞങ്ങൾ കമൻറ്റ് ചെയ്യുക. ചെറിയൊരു നേരം ആ ബീച്ചിലൊക്കെ ഒന്ന് സ്പെൻഡ് ചെയ്തിട്ട് തൊഴുതു, ക്ഷേത്രത്തിൽ കയറി തൊഴുതു, അർച്ചന കഴിച്ചു. അതിന് ശേഷം നമ്മൾ വീട്ടിലോട്ട് വന്നു. കാര്യം നൈറ്റ് ഒന്നും നിന്നില്ല, കുഞ്ഞുള്ളത് കാരണം കൊണ്ട് കുറച്ച് നേരം മാത്രമേ സ്പെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ തിരക്കായിരുന്നെങ്കിൽ കൂടി നമുക്ക് നല്ലോണം തൊഴാൻ വേണ്ടി പറ്റി. അത്ര നല്ല രീതിയിൽ ഭഗവാനെ കണ്ട് തൊഴാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അർച്ചനയൊക്കെ കഴിഞ്ഞു. ഭവിക്കുട്ടി അവിടെ നിർത്തി തൊഴുതു. അങ്ങനെ നല്ല ഒരു ബ്ലെസ്ഡ് മൂമെൻ്റ് ആയിരുന്നു. എല്ലാവരും വൈകുന്നേരങ്ങളിൽ ആ പ്രോഗ്രാംസ് കാണാനും അതേപോലെ ബീച്ച് സൈഡിലൊക്കെ ആയിരുന്നു. രാത്രി ആകുമ്പോഴേക്കും പൂജയും കാര്യങ്ങളൊക്കെ വരുമ്പം തുടങ്ങുന്ന സമയത്തായിരിക്കും ക്ഷേത്രത്തിനുള്ളിൽ ആൾക്കാർ കൂടുതൽ കയറുക. അപ്പോൾ നിങ്ങൾ ഈ ആഴിമല ശിവക്ഷേത്രത്തിൽ ഞാൻ 2-3 തവണ പോയിട്ടുണ്ട്. പക്ഷേ നമ്മൾ 3 പേരുമായിട്ട്, ഭവിക്കുട്ടിയായിട്ട് നമ്മുടെ ആദ്യത്തെ യാത്രയായിരുന്നു ഇത്. അപ്പോൾ ഒരു ചെറിയൊരു കുഞ്ഞ് വ്ളോഗാണ് കേട്ടോ. ഇന്നലെ അപ്ലോഡ് ചെയ്യണമെന്ന് വിചാരിച്ചു, പക്ഷേ പറ്റിയില്ല. നിങ്ങൾക്കിത് ഇഷ്ടമാവുമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ ഈ ഒരു പ്രോഗ്രാം ഡാൻസ് ഉണ്ടായിരുന്നു. അത് നമ്മൾ ആ ഒരു ഡാൻസ് തീരുന്നത് വരെ കണ്ടിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾ ഇതിലൊന്ന് കണ്ടു നോക്കുക കേട്ടോ, നല്ല രസമുണ്ടായിരുന്നു അത്. അപ്പോൾ കണ്ടില്ലേ, ഇതാണ് ഞാൻ പറഞ്ഞ ഡാൻസ്. ഇതിലെ പാട്ട് നമുക്ക് അങ്ങനെ ഇടാൻ വേണ്ടി പറ്റില്ല, ചിലപ്പോൾ കോപ്പിറൈറ്റ് വന്നല്ലോ. അത് കാരണം കൊണ്ട് പാട്ട് ഞാൻ മ്യൂട്ട് ചെയ്ത് വെക്കുവാണ്. ഡാൻസ് ഉണ്ടല്ലോ, കൊച്ചുകുട്ടികളുടെ ഡാൻസ് ആയിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഒരു ഈവനിങ് സമയത്ത് കടലിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഡാൻസ് കാണാനൊക്കെ നല്ല രസമായിരുന്നു. അപ്പോൾ നമ്മളത് എൻജോയ് ചെയ്തു, ഭവിക്കുട്ടിയും ഞാനും. പിന്നെ ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു കാണാൻ. അതിന് ശേഷം പിന്നെ തിരുവാതിര ഡാൻസ് ഉണ്ടായിരുന്നു. അത് കുറച്ച് മുതിർന്ന ആൾക്കാരുടേതായിരുന്നു. അതും കണ്ടതിന് ശേഷമാണ് നമ്മൾ ക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങിയത്. ചേട്ടനും കുഞ്ഞും നാമം ജപിക്കുകയാണ്.
അപ്പോൾ അത് ഞാൻ ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം നമ്മൾ പിന്നെ തിരിച്ച് ബൈക്ക് പാർക്ക് ചെയ്തിരുന്ന സ്ഥലത്തെത്തി. അവിടെ നിന്ന് ബൈക്കും എടുത്ത് നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോകുന്നു. അപ്പോൾ എടുത്തിട്ടുള്ള കുറച്ച് ഫോട്ടോസും വീഡിയോസാണ് ഇന്നത്തെ വീഡിയോയിലൂടെ കാണിക്കാൻ വേണ്ടി പോകുന്നത്. എങ്ങനെയുണ്ടായിരുന്നു എന്ന് ഒന്ന് നോക്കിക്കോളൂ. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്